ഇതുവരെ ഇല്ലാത്ത കുത്തിത്തിരിപ്പുകളാണ് ഇലക്ഷൻ സമയത്ത് രാഷ്ട്രീയക്കാർ കൊണ്ടുവരുന്നത്. സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതി വട്ടം എന്നാക്കാൻ എന്തൊക്കെ വിഘ്നങ്ങളാണ് ഉള്ളതെന്ന് അറിയണമെങ്കിൽ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെയും കോർപ്പറേഷനുകളുടെയും എല്ലാം പേര് മാറ്റാൻ റെസൊല്യൂഷൻ അഥവാ പ്രമേയം പാസ്സാക്കാൻ അധികാരമുള്ളത് നിയമസഭയ്ക്കാണ്. പഞ്ചായത്തുകളുടെയും വില്ലേജുകളുടെയും എല്ലാം പേര് മാറ്റാൻ റെസൊല്യൂഷൻ പാസ്സാക്കാൻ അധികാരമുള്ളത് പഞ്ചായത്ത് സഭകൾക്കാണ്. സുൽത്താൻ ബത്തേരി ഒരു മുനിസിപ്പാലിറ്റി ആയതുകൊണ്ട് തന്നെ നിയമസഭയിലെ ഒരു MLA എങ്കിലും പേര് മാറ്റാൻ വേണ്ടി ഒരു പ്രമേയം അവതരിപ്പിച്ച് കേവല ഭൂരിപക്ഷത്തിന് അത് വോട്ടിനിട്ട് പാസ്സാക്കിയതിന് ശേഷം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ ആ റെസൊല്യൂഷൻ അയച്ചു നൽകി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിനും മിനിസ്ട്രി ഓഫ് റെയിൽവേസിനും സെൻട്രൽ സർവേ ഡിപ്പാർട്ട്മെൻറ്റിനും രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യയ്ക്കുമെല്ലാം ഈ പ്രമേയം അയച്ചു നൽകി അപ്രൂവൽ വാങ്ങി സംസ്ഥാന സർക്കാരിന് അനുമതി നൽകിയാൽ മാത്രമേ സംസ്ഥാന സർക്കാരിന് ഗസറ്റ് നോട്ടിഫിക്കേഷനിലൂടെ പേര് മാറ്റം സാധ്യമാക്കാൻ കഴിയുള്ളൂ. അതായത് ചുരുക്കത്തിൽ കെ സുരേന്ദ്രൻ MP ആയാൽ പോലും കെ സുരേന്ദ്രൻ്റെ പാർട്ടിക്ക് സംസ്ഥാന നിയമസഭയിൽ ഒരു MLA പോലും ഇല്ലാത്തതുകൊണ്ട് സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതി വട്ടമെന്നാക്കാൻ നിരവധി വിഘ്നങ്ങളുണ്ടെന്നർത്ഥം. എല്ലാവർക്കും ഞങ്ങളുടെ വിഷു ആശംസകൾ.